നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട്ടെ നീലപ്പെട്ടി വിവാദം വീണ്ടും ഉയർത്തി CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള പാലക്കാട്ടെ UDFന്റെ വിജയം ശാശ്വതമല്ല. കോർപ്പറേറ്റുകൾ മാധ്യമങ്ങളെ വിലക്കെടുത്തെന്നും KK ശൈലജ. MCF നിർമ്മിക്കാൻ കാറൽമണ്ണ കാളിക്കടവിനോട് ചേർന്നുള്ള 6.5 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ ചെർപ്പളശ്ശേരി നഗരസഭ. കൗൺസിലിൽ ഇതിനെ എതിർത്ത് പ്രതിപക്ഷ നേതാവ് KM ഇസാഖും BJP അംഗവും. പ്രകൃതി രമണീയമായ സ്ഥലത്ത് പദ്ധതി നടപ്പാക്കരുതെന്ന് ആവശ്യം. പെരിന്തൽമണ്ണയിൽ മാതൃശിശു ആശുപത്രി സ്ഥാപിക്കണമെന്ന് ആവശ്യം. ജില്ലാ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലാണ് അംഗങ്ങൾ ആവശ്യമുയർത്തിയത്. പ്രമേയത്തിലൂടെ ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ അടിസ്ഥാനരഹിതമായ പ്രചാരണം നടത്തുന്നതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് ബാങ്ക് ഭരണസമിതിയും UDFും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF ഭരിക്കുന്ന ബാങ്കിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണെന്നും നേതാക്കൾ. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ KSEB ഓഫീസുകളിലേക്ക് മാർച്ച്. ദുർഭരണത്തിന്റെ ദുരിതം ജനങ്ങൾ സഹിക്കേണ്ട സ്ഥിതിയെന്ന് VT ബൽറാം. വിശദമായ വാർത്തകൾ നോക്കാം. കോർപ്പറേറ്റുകൾ മാധ്യമങ്ങളെ വിലക്കെടുത്താണ് CPMനെയും LDF സർക്കാരിനെയും ആക്രമിക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ പറഞ്ഞു. CPM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പാലക്കാട്ടെ നീലപ്പെട്ടി വിവാദവും ശൈലജ ടീച്ചർ വീണ്ടും ഉയർത്തി. കടന്നാക്രമണങ്ങളുടെ ഭാഗമായി CPM നേതാക്കൾക്കെതിരെയും LDF സർക്കാരിനെതിരെയും വ്യാപകമായി നുണ പ്രചരിപ്പിക്കുന്നു. ഇവയെല്ലാം നിഷ്പ്രഭമാക്കിയാണ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് CPIM മുന്നോട്ടു പോകുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയതോടെ കോൺഗ്രസും BJPയും ആക്രമിക്കാൻ തുടങ്ങി. RSS, SDPI തുടങ്ങിയ വർഗീയ ശക്തികളും പാർട്ടിക്കെതിരെ ആക്രമണം ഘടിപ്പിച്ചു. ഇവയൊക്കെ അതിജീവിച്ചാണ് സംഘടനാപരമായ അച്ചടക്കത്തോടെയും വൻ ജനപങ്കാളിത്തത്തോടെയും പാർട്ടി സമ്മേളനങ്ങൾ പൂർത്തിയാക്കുന്നത്. അത് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ തെളിവാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPM എന്ന് നാടിന് ബോധ്യമുണ്ടെന്നും KK ശൈലജ പറഞ്ഞു. പാലക്കാട് നീലപ്പെട്ടി പിടിച്ചപ്പോൾ ഒന്നുമില്ലെന്നാണ് പറഞ്ഞത്. വർഗീയ ശക്തികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള വിജയം ശാശ്വതമല്ലെന്നും KK ശൈലജ ടീച്ചർ കൂട്ടിച്ചേർത്തു. കമ്മ്യൂണിസ്റ്റ് ആശയഗതികളെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ മുതലാളിത്തത്തിന് സാധിക്കുന്നുണ്ട്, ഫ്യൂഡലിസത്തിന് സാധിക്കുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള നുണപ്രചരണങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കുഴപ്പക്കാരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിയല്ല, അതിൻ്റെ നേതാക്കന്മാർ ശരിയല്ല എന്നൊക്കെ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പാർട്ടി കോൺഗ്രസ് അതിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങളെല്ലാം നടക്കുന്ന കാലഘട്ടത്തിൽ ഈ ആക്രമണം വർദ്ധിക്കുകയാണ്. എന്തു വലിയ നുണപ്രചരണങ്ങളാണ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഇടതുപക്ഷത്തിനെതിരായിട്ടുണ്ടാകുന്നത്. നമുക്ക് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും ഇന്ത്യൻ ഭരണാധികാരി വർഗത്തിന്റെ ഭാഗത്തു നിന്ന് പൊതുവായി വലിയ ആക്രമണമാണ് നേരിടേണ്ടി വരുന്നത്. ഇവിടെ രക്തസാക്ഷികളെ കുറിച്ച് സൂചിപ്പിച്ചു. മതവർഗീയതക്കെതിരായിട്ട് നാം നിലകൊള്ളുന്നത് കൊണ്ട് RSS പോലുള്ള SDPI പോലുള്ള വർഗീയവാദികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ആക്രമണങ്ങൾ നേരിടേണ്ടി വരും. ഒരുപാട് ഉശിരുള്ള സഖാക്കൾ ഈ നാട്ടിൽ ഏകോദര സഹോദരന്മാരെ പോലെ ജാതി മത വിദ്വേഷമില്ലാതെ ജീവിക്കണമെന്ന് പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായി മാത്രം വർഗീയവാദികളുടെ കൊലക്കത്തിക്ക് ഭരണാധികാരി വർഗത്തിന്റെ തോക്കിന് ഇരയായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നേരിട്ടുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ മോശമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വരുത്താൻ നടത്തുന്ന ഈ കടുത്ത പ്രചരണങ്ങൾക്കിടയിലാണ് 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങൾ നടക്കുന്നത്. എന്നാൽ ആ നുണപ്രചരണങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ബ്രാഞ്ച് സമ്മേളനം മുതൽ ഇപ്പോഴിതാ ഏരിയ സമ്മേളനങ്ങൾ വരെ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ജനങ്ങളുടെ പ്രതീക്ഷയും ആവേശവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഓരോ സമ്മേളനവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏരിയ സെക്രട്ടറി K ജയദേവൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം K സലീഗ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയ്കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം K പ്രേംകുമാർ MLA, P അരവിന്ദാക്ഷൻ, K അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. ആലുംകുളത്തു നിന്നും 800-ലധികം റെഡ് വളണ്ടിയർമാർ പങ്കെടുത്ത മാർച്ചും പൂക്കോട്ടുകാവ് ലോക്കൽ കേന്ദ്രീകരിച്ച് ആയിരങ്ങൾ അണിനിരന്ന ബഹുജന പ്രകടനവും നടന്നു. വേദിയിൽ പുരോഗമന കലാസാഹിത്യ സംഘം പൂക്കോട്ടുകാവ് യൂണിറ്റിന്റെ വിപ്ലവ ഗാനങ്ങളുമുണ്ടായി.
MCF നിർമ്മിക്കാൻ കാറൽമണ്ണ കാളിക്കടവിനോട് ചേർന്നുള്ള 6.5 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ ഒരുങ്ങി ചെർപ്പശ്ശേരി നഗരസഭ. ഇതിനെതിരെ തിങ്കളാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധവും ഉയർന്നു. നഗരസഭയുടെ ഉടമസ്ഥതയിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി നിർമ്മിക്കുന്നതിനായാണ് കാറൽമണ്ണ കാളിക്കടവ് പ്രദേശത്തെ 6.5 ഏക്കർ ഭൂമി നഗരസഭ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടിന്റെ സഹകരണത്തോടെ 2 കോടി രൂപ വകയിരുത്തി 2024-25 വർഷത്തിൽ നഗരസഭ ഉൾപ്പെടുത്തിയതാണ് ഈ പ്രൊജക്ട്. ഈ പ്രൊജക്ടിനായി സ്ഥലം വിൽപ്പനയ്ക്ക് തയ്യാറുള്ള ഭൂ ഉടമകളിൽ നിന്നും താൽപ്പര്യപത്രം ക്ഷണിച്ചുകൊണ്ട് നഗരസഭ പരസ്യം ചെയ്തിരുന്നു. ഇങ്ങനെയാണ് കാളിക്കടവ് പ്രദേശത്തെ 6.5 ഏക്കർ ഭൂമി നഗരസഭ കണ്ടെത്തിയത്. കുന്തിപ്പുഴയോരത്ത് കാളിക്കടവ് ക്ഷേത്രത്തിന് സമീപത്തായി നിലനിൽക്കുന്ന ചീനക്കപ്പാറ ഉൾപ്പെടെയുള്ളതാണ് ഈ പ്രദേശം. എന്നാൽ നഗരസഭ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ തിങ്കളാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പ്രദേശം കാളിക്കടവ് ക്ഷേത്രത്തിന് സമീപത്തായതിനാലും ജനവാസ മേഖലയോടും ഇക്കോ ടൂറിസം പദ്ധതിക്ക് സാധ്യതയുള്ള പ്രകൃതി രമണീയമായ സ്ഥലവുമായതിനാൽ ഇവിടെ MCF നിർമ്മിക്കുന്നതിനോട് യാതൊരു തരത്തിലും യോജിക്കാനാവില്ല എന്ന് BJP അംഗം K. സൗമ്യ പറഞ്ഞു. പക്ഷേ ജനവാസയോഗ്യമായ പ്രദേശവും അമ്പലത്തിന് അടുത്തുള്ള പ്രദേശങ്ങളും അതുപോലെ ജനങ്ങൾക്ക് നല്ല പ്രകൃതി രമണീയമായ സ്ഥലവുമായ ഭാഗത്ത് ഈ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി മാലിന്യ നിർമ്മാർജ്ജന സംഭവം പാടില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മുടെ നഗരസഭയിൽ എന്റെ വാർഡിൽ തന്നെ ഇപ്പോൾ നിലവിലുള്ള മാലിന്യ സംസ്കരണ യൂണിറ്റ് കിടക്കുന്നത് എങ്ങനെയാണ് അവസ്ഥയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഈ അമ്പലത്തിനടുത്തും അതുപോലെ പ്രകൃതി രമണീയമായ ആ പ്രദേശത്തിന് കാളികടവ് പുഴയുടെ അരികിനാണ്. അപ്പൊ ആ പ്രദേശത്തിനടുത്തും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഫെസിലിറ്റി പാടില്ല. അവിടുന്ന് ഉൾപ്രദേശത്തേക്ക് മാറ്റിക്കൊണ്ട് ഈ സ്ഥലം ഏറ്റെടുക്കാതെ മറ്റൊരു സ്ഥലം കണ്ടെത്തണം എന്നുള്ളതാണ് അറിയിക്കാറുള്ളത്. സ്ഥലത്തിന് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന വില നിലവിലെ ഭൂമി വിലയേക്കാൾ ഏറെ കൂടുതലാണെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ MCF നിർമ്മിക്കുന്നതിനോട് യോജിപ്പില്ലെന്നും നഗരസഭ മുൻകൈയെടുത്ത് പദ്ധതി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതാണ് ഉത്തമമെന്നും പ്രതിപക്ഷ നേതാവ് KM ഇസാഖും പറഞ്ഞു. സ്രോതസ് നിൽക്കുന്ന സ്ഥലം, ഒരു ആരാധനാലയം നിൽക്കുന്ന സ്ഥലം മാത്രമല്ല, തൊട്ടടുത്ത് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനം നിൽക്കുന്ന സ്ഥലം, ഇതിന്റെയൊക്കെ അടുത്ത് ഇത്രയേറെ വില കൊടുത്ത് അവിടുത്തെ സമീപവാസികളെ എല്ലാം വെറുപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളിത് ചെറിയ ഡീലല്ല, ഇത് വലിയൊരു ഡീലാണ് നടന്നിട്ടുള്ളത്. ഇത് മൊത്തം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്കത് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഇതിന്റെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് നഗരസഭ ഇതുവരെ എടുത്തിട്ടുള്ള മറച്ചു വെച്ചിട്ടുള്ള നടപടികൾ സൂചിപ്പിക്കുന്നത്. നഗരസഭയുടെ വളരെ പ്രധാനപ്പെട്ട പദ്ധതിയിൽ തർക്കത്തിന് വഴിയൊരുക്കാതെ പുതിയ സ്ഥലം കണ്ടെത്തി പദ്ധതി നടപ്പിലാക്കണമെന്ന് വെൽഫെയർ പാർട്ടി അംഗം അബ്ദുൽ ഗഫൂർ അഭിപ്രായപ്പെട്ടു. എന്നാൽ 6.5 ഏക്കർ ഭൂമിയിൽ ജനവാസ മേഖലയിൽ നിന്നും ക്ഷേത്ര പരിസരത്ത് നിന്നും ഏറെ അകന്ന പ്രദേശത്ത് മാത്രമാണ് MCF നിർമ്മിക്കുന്നതെന്നും ബാക്കി സ്ഥലം ഇക്കോ ടൂറിസം പദ്ധതികൾക്കായി വിനിയോഗിക്കാൻ കഴിയുമെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച ശേഷം മാത്രമേ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നും ഇതിനായി കൗൺസിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് ഇറങ്ങണമെന്നും ചെയർമാൻ P. രാമചന്ദ്രൻ പറഞ്ഞു. നമ്മൾ ആരും ഇന്നും നഗരസഭയുടെ ഭരണാധികാരികളും നമ്മളില്ല. ഭാവി കണ്ടുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാവണമെങ്കിൽ ഒരു സാധ്യത ഇതിവിടെ മാറ്റിട്ട് ആഫീസായിട്ട് മാറ്റാൻ കാരണം വിദൂരല്ല. ഈ രാട് ഇവിടുന്ന് മാറ്റി നമ്മുടെ ഓഫീസ് സൗകര്യങ്ങൾ അങ്ങോട്ട് വർദ്ധിപ്പിക്കേണ്ട കാലം പുരോഗമിക്കുമ്പോൾ അതിനനുസരിച്ച് കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവുള്ളൂ. കാലം പുരോഗമിക്കുകയാണ്. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞാലും പഞ്ചായത്തുണ്ടായപ്പോ ആരോ കൊടുത്ത് സർക്കാർ നിൽക്കുന്നത് അല്ലെ, പിന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ലേ. ഞങ്ങളെ തന്നെ പഠിച്ചെന്ന് വരാൻ ഞാൻ പറയില്ല, കുറ്റൊന്നും ആരും പറയുന്നില്ല. അപ്പൊ ഇപ്പോഴേക്കും ശ്രമിക്കണേന്ന് എന്താ സഹിഷ്ണുത, അത് പഠിക്കലുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ പഠിച്ച് അതിന്റെ എല്ലാ നമുക്കതിന് ഒരു അസ്വസ്ഥയും വേണ്ട, ഒരു അധിക താല്പര്യവും ഭരണസമിതിക്ക് നഗരസഭയുടെ താല്പര്യം നമ്മളില്ല. അതിന് വില നിശ്ചയിക്കാനും ഒക്കെ തന്നെ നമുക്ക് കൂട്ടായി ഈ ഓരോക്കെ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് ഞാൻ എന്റെ സഹ കൗൺസിലർമാര് ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ നോക്കാതെ പറഞ്ഞിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ മാതൃശിശു ആശുപത്രി സ്ഥാപിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസം ചേർന്ന പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു വിഭാഗം ആശുപത്രി സ്വതന്ത്രമായി പ്രത്യേക മാതൃശിശു ആശുപത്രിയായി അനുവദിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ ആവശ്യമുയർന്നത്. ഇക്കാര്യം HMC ചെയർമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AK റഫീഖയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. HMC അംഗം കുറ്റീരി മാനുപ്പയാണ് പ്രമേയം അവതരിപ്പിച്ചത്.
പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു ബ്ലോക്ക് പ്രധാനപ്പെട്ട കെട്ടിടത്തിൽ നിന്നും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയുടെ എതിർവശത്തായാണ് ഉള്ളത്. ഈ പ്രശ്നം പരിഹരിക്കാൻ അടിപ്പാതയോ മേൽ നടപ്പാലമോ നിർമ്മിക്കണം. നിലവിൽ കുട്ടികളുടെ വാർഡും ഗർഭിണികളുടെ വാർഡും ലേബർ റൂമും ഈ ബ്ലോക്കിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്നാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്റർ 2 മാസത്തിനകം പ്രവർത്തന സജ്ജമാകും. രണ്ടാം നിലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രൊജക്ട് പ്രകാരം ഗർഭിണികൾക്കായുള്ള ലക്ഷ്യ വാർഡിൻ്റെ പൂർത്തീകരണം അന്തിമഘട്ടത്തിലാണ്. കുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള വാർഡുകൾക്കായി 3-ാം നില പണിയാൻ NHM മുഖേന ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ DPR തയ്യാറാക്കി വരികയാണ്. ഈ ആശുപത്രിക്കുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് സാങ്കേതിക അനുമതി ആയിട്ടുണ്ട്. 250 വരെ കിടക്കകൾ ഈ ബ്ലോക്കിൽ സജ്ജീകരിക്കാനാവും. മാതൃശിശു ആശുപത്രിയാക്കി മാറ്റിയാൽ പെരിന്തൽമണ്ണ താലൂക്കിലും സമീപ പ്രദേശങ്ങളിലുമുള്ള സാധാരണക്കാരായ ഗർഭിണികൾക്കും കുട്ടികൾക്കും ചികിത്സാ സൗകര്യം വർദ്ധിക്കും. ആശുപത്രി ഡയാലിസിസ് സെൻ്ററിലെ നിലവിലുള്ള ഡയാലിസിസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി ഇൻഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 50 ലക്ഷം രൂപയുടെ പദ്ധതിക്കും കഴിഞ്ഞ ദിവസം ചേർന്ന HMC യോഗം അംഗീകാരം നൽകി. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വിനിയോഗിച്ച് നടപ്പാക്കുന്ന പ്ലാന്റ് നിർമ്മാണം 15 ദിവസത്തിനുള്ളിൽ ആരംഭിക്കാനും 4 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ജില്ലാ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററുകൾ മുഴുവൻ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റാനും ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചു. 70 ലക്ഷം രൂപയുടെ പദ്ധതിയാണിത്. പദ്ധതി നടപ്പിലാക്കുന്നതിനായി 40 ലക്ഷം രൂപ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് യൂണിറ്റ് നൽകും. 30 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും വകയിരുത്തും. മലപ്പുറം ജില്ലാ കലക്ടറുടെ പേരിൽ വ്യാജ അവധി സന്ദേശം പ്രചരിപ്പിച്ച വ്യക്തിയെ കസ്റ്റഡിയിലെടുത്തു. ഡിസംബർ 3-ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കലക്ടറുടെ പേരിൽ വ്യാജ സന്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച വ്യക്തിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തിരുനാവായ വൈരങ്കോട് സ്വദേശിയായ 17-കാരനെയാണ് മലപ്പുറം സൈബർ ക്രൈം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കുട്ടിയെ രക്ഷിതാക്കൾക്കൊപ്പം വിളിച്ച് വരുത്തുകയും ഉപദേശം നൽകി വിട്ടയക്കുകയും ചെയ്തു. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഡിസംബർ 3-ന് പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കളക്ടറുടെ പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് ജില്ലാ കലക്ടറുടെ ഔദ്യോഗിക അറിയിപ്പ് എന്ന രീതിയിൽ വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥിൻ്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം DCRB DYSP സാജു K. എബ്രഹാം, സൈബർ പോലീസ് ക്രൈം സ്റ്റേഷൻ ഇൻസ്പെക്ടർ IC ചിത്തരഞ്ജൻ എന്നിവരുടെ നേതൃത്വത്തിൽ വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങി സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലാണ് നടപടി. സൈബർ ടീം അംഗങ്ങളായ SI നജീമുദ്ദീൻ, CPOമാരായ ജസീം, റിജിൽ രാജ്, വിഷ്ണു ശങ്കർ, രാഹുൽ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ അടിസ്ഥാനരഹിതമായ പ്രചാരണം നടത്തുന്നതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് ബാങ്ക് ഭരണസമിതിയും UDF-ഉം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF ഭരിക്കുന്ന ബാങ്കിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPM ഭരിക്കുന്ന യൂണിവേഴ്സൽ കോളേജിൽ അഴിമതി നടത്തി നടപടി നേരിട്ട സെക്രട്ടറിയാണ് അരിയൂർ ബാങ്കിനെതിരെ പ്രചാരണം നടത്തുന്നത്. യൂണിവേഴ്സൽ കോളേജിൽ നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് നടക്കുന്നത്. യൂണിവേഴ്സൽ കോളേജിൽ മാത്രമല്ല CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ തീ വെട്ടിക്കൊള്ളയാണ് നടക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങളിൽ നടത്തിയ കൺകറന്റ് ഓഡിറ്റിൻ്റെ പകർപ്പ് തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അരിയൂർ ബാങ്കിലേക്ക് CPM നടത്തുന്ന സമരത്തിന് ശേഷം ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വ്യക്തമാക്കും. വ്യാപകമായ കൃത്രിമങ്ങൾ നടത്തി. മാത്രമല്ല, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഡിസ്മിസലിലേക്ക് പോയപ്പോൾ അവിടെയുള്ള രേഖകൾ ആ സ്ഥാപനത്തിൻ്റെ രേഖകളാണ്. അല്ലെങ്കിൽ ഒരു ജീവനക്കാരൻ പിരിച്ചുവിടുമ്പോൾ കൊണ്ടുപോകേണ്ടതല്ലോ. അവിടുത്തെ മിനിറ്റ്സ് ഉൾപ്പെടെ അവിടുത്തെ കാര്യമായ രേഖകളും മറ്റൊക്കെ തന്നെ കളവ് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. ആ ചങ്ങാതിയാണ് അവിടെ ഈ കോട്ടപ്പാടം പഞ്ചായത്തിൻ്റെ കവലകളിലൂടെ ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങളും പ്രസംഗങ്ങളും നടത്തുന്നത്. എന്ത് യോഗ്യതയാണ് എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു വ്യക്തിശുദ്ധിയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഒരു സ്ഥാപനത്തെ മുച്ചൂടും മുടിച്ച് അവിടുത്തെ രേഖകൾ കളവ് മോഷണം നടത്തിപ്പോയ ആ ഒരു ആളാണ് ശ്രീ മനോജ്. ആ മനോജിനെ ഞാൻ വ്യക്തിപരമായി പേര് പറയാൻ കാരണം അത്രത്തോളം തരം താഴ്ന്ന ഒരു സഹകാരിക്കോ അല്ലെങ്കിൽ ഒരു സാധാരണ പൗരനോ പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട സമൂഹത്തെ വഴിതെറ്റിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുകയാണ്. CPM-ലെ വിഭാഗീയത മറച്ചുവെക്കാനാണ് ഇപ്പോൾ അരിയൂർ ബാങ്കിനെതിരെ വീണ്ടും പ്രക്ഷോഭവുമായി വരുന്നത്. ബാങ്കിനെതിരെ 2 വർഷമായി CPM നടത്തുന്ന കുപ്രചാരണത്തിൻ്റെ ഭാഗമായി 46 കോടി രൂപയാണ് നിക്ഷേപകർ ഒന്നിച്ച് പിൻവലിച്ചത്. ഇത് ബാങ്കിന് താൽക്കാലിക പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മറികടക്കാനുള്ള നടപടികൾ ബാങ്ക് സ്വീകരിച്ചു വരികയാണ്. സഹകരണ വകുപ്പിലെ സെയിൽസ് ഓഫീസറെ നിയോഗിച്ച് ജപ്തി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരിച്ചടവ് മുടങ്ങിയ വായ്പകൾ തിരിച്ചുപിടിക്കാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൊക്കെ ധാരാളം അപവാദ പ്രചരണങ്ങൾ നടത്തുകയും ബാങ്കിനെതിരെയുള്ള അപവാദ പ്രചരണം നടത്തുകയും ഒപ്പം അവരൊരു മാർച്ച് നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായി ഒരുപാട് നിക്ഷേപകർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. ആ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിൻ്റെ ഭാഗമായാണ് അവിടുന്ന്
വലിയൊരു തുക 46ഓളം കോടി രൂപ ഒറ്റയടിക്ക് പിൻവലിച്ച ഒരു സാഹചര്യം അരൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഉണ്ടായി. അങ്ങനെ ഒറ്റയടിക്ക് വലിയ ഭീമമായൊരു തുക പിൻവലിച്ചതിൻ്റെ ഫലമായി ഇടപാട് വരെ കൃത്യമായിട്ട് അവർക്ക് വേണ്ട സമയത്ത് പൈസ കൊടുക്കുന്നതിൽ ചെറിയൊരു പ്രതിസന്ധി അരൂർ സർവീസ് സഹകരണ ബാങ്കിൽ വന്നു. ആ പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് തന്നെ സെയിൽസ് ഓഫീസറെ വെച്ചുകൊണ്ട് അതിന് ജപ്തി നടപടികൾ, നിരന്തരം ലോൺ അടക്കാത്ത ആളുകൾ, വർഷങ്ങളായിട്ട് ലോൺ അടക്കാത്ത ആളുകൾ, അതുപോലെ തന്നെ കൊറോണ കാലത്ത് ബുദ്ധിമുട്ടിലായ ലോണ് 2 വർഷമായിട്ട് ആരും ലോൺ അടക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കുറേ പ്രയാസമുള്ള ആളുകളുണ്ട് അതിൽ. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് സെയിൽസ് ഓഫീസറെ വെച്ചുകൊണ്ട് അതിൻ്റെ ജപ്തി നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോയി ഇരിക്കുകയാണ് ബാങ്കിൻ്റെ. അപ്പോൾ അതുകൊണ്ട് സമീപകാലത്ത് തന്നെ ആ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ചെറിയ പ്രതിസന്ധി തരണം ചെയ്യാൻ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നട്ടാൽ മുളയ്ക്കാത്ത നുണയാണ് ബാങ്കിനെതിരെയും നേതാക്കൾക്കെതിരെയും CPM അഴിച്ചുവിടുന്നത്. ബാങ്കിൽ നിക്ഷേപിച്ച ഒരാളുടെയും പണവും പണയം വെച്ച സ്വർണവും നഷ്ടപ്പെട്ടിട്ടില്ല. സഹകരണ ചട്ടം 65-68 പ്രകാരം നടത്തിയ അന്വേഷണത്തിൽ ചില ന്യൂനതകൾ കണ്ടെത്തിയിരുന്നു. ഇത് പരിഹരിക്കാൻ സഹകരണ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാധാരണക്കാരുടെ വായ്പകളിൽ പലിശ ഇളവ് ചെയ്തതും വകുപ്പിന്റെ അനുമതി വാങ്ങാതെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകിയത് ഉൾപ്പെടെയുള്ള ന്യൂനതകളാണ് കണ്ടെത്തിയിരുന്നത്. ഇതിനെതിരെ ഭരണസമിതിയും ജീവനക്കാരും നൽകിയ അപ്പീൽ തീരുമാനമാകാതെ കിടക്കുകയാണ്. ഇതാണ് വീണ്ടും അരിയൂർ ബാങ്കിൽ അഴിമതിയെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഇതിലേറെ ന്യൂനതകൾ CPM ഭരിക്കുന്ന ബാങ്കുകളിൽ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾ അപഹരിച്ചതല്ല, ഞങ്ങൾ പാവങ്ങൾക്ക് കൊടുത്ത പലിശയാണ് ഞങ്ങളൊക്കെ ഈടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അഴിമതിയുടെ പേരിൽ കുമരമുത്തൂർ ബാങ്കിൽ ഓരോ ഡയറക്ടർമാർക്കും 10 വർഷം മുമ്പ് ഉണ്ടാക്കിയ സർചാർജ് ഇതുവരെ ഈടാക്കിയിട്ടുണ്ടോ? എൻ്റെ അപ്പീൽ കഴിഞ്ഞു, ഹൈക്കോടതി വിധി കഴിഞ്ഞു. ഒരു പൈസ തിരിച്ചു പിടിച്ചിട്ടുണ്ടോ? എന്നിട്ട് അരൂർ ബാങ്കിൽ തിരിച്ചു പിടിച്ചില്ല എന്ന് പറഞ്ഞത്. അരനല്ലൂർ ബാങ്കിലേക്ക് പോകണം. അവിടെ കൊടുത്ത സഹകരണ സംഘങ്ങളുടെ പേരിൽ കൊടുത്ത കോടികളെ ലോണുകൾ പരിശോധിക്കണം. 2016 മുതൽ കൊടുത്ത സ്വയംസര ഗ്രൂപ്പുകൾ, ആരാണ് സ്വയംസര ഗ്രൂപ്പിന് പിന്നിലെ ആളുകൾ, ഏത് പാർട്ടിക്കാരാണ്, എത്ര കോടി വാങ്ങിയിരിക്കുന്നത്, അത് ഏതും തിരിച്ചടച്ചിട്ടുണ്ടോ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഈ രൂപത്തിലൊക്കെ അങ്ങോട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഏതായാലും റൂറൽ ബാങ്കിനെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു കൺകറന്റ് ഓഡിറ്റാണ്. ബാങ്ക് പ്രസിഡന്റ് ഹസൻ പാറശ്ശേരി, വൈസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, നേതാക്കളായ TS സിദ്ദിഖ്, കല്ലടി അബൂബക്കർ, സൈനാർ, KG ബാബു, CJ രമേശ്, ഉമ്മർ മനച്ചിത്തൊടി, ഹമീദ് നെയ്യപ്പാടത്ത്, അബ്ദുൾ മജീദ്, ചേക്കു മാസ്റ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വൈദ്യുതി ചാർജ് വർധനവിൽ കോൺഗ്രസ് ചെർപ്പളശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. പേങ്ങാട്ടിയിലെ KCB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് കോൺഗ്രസ് ചെർപ്പളശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേങ്ങാട്ടിയിലെ KCB ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പേങ്ങാട്ടി സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ചാർജ് വർധനവിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് സർക്കാരെന്ന് ഫിറോസ് ബാബു പറഞ്ഞു. കേരളം ഭരിക്കുന്ന പിണറായി ഗവൺമെന്റ് എല്ലാ മേഖലയിലും ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാമെന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട ഷബീറും സ്വാഗതം ആശംസിച്ച സുബീഷും ഇവിടെ ഒരു കാര്യം വിശദമാക്കിയിട്ടുണ്ട്. ഇന്ന് സപ്ലൈകോമിൽ പോയാൽ ഒരു സാധനം നമുക്ക് ലഭിക്കുന്നില്ല. റേഷൻ കടയിൽ പോയാൽ ഒരു സാധനങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. ഇന്ന് APL-ഉം BPL-ഉം അതിലും താഴ്ന്ന കാർഡ് കൊണ്ട് റേഷൻ കടയിൽ പോയാലും പാവപ്പെട്ടവർക്ക് ഇന്ന് ഒന്നും കിട്ടാതെ മടങ്ങി വരുന്ന സ്ഥിതിയിലേക്ക് ഇന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ നിന്നും നമ്മുടെ വീടിന് നൽകുന്ന നികുതി ഓരോ വർഷവും 5% ഈ സർക്കാർ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി അധ്യക്ഷനായി. നേതാക്കളായ P സുബേഷ്, PP വിനോദ് കുമാർ, T ഹരിശങ്കർ, മൂസ പേങ്ങാട്ടി, KMK ബാബു എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ മാർച്ചിന് നേതൃത്വം നൽകി. ഇടവേള. വാർത്തകൾ തുടരുന്നു.
ചെർപ്പളശ്ശേരിയിലെ ഓട്ടോ തൊഴിലാളികളോട് പോലീസ് ശത്രുതാപരമായി പെരുമാറുന്നു എന്നാരോപിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CPM ഏരിയ സെക്രട്ടറി K. നന്ദകുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം ചെർപ്പളശ്ശേരിയിലുണ്ടായ വാഹന അപകടവുമായി ബന്ധപ്പെട്ട് ചെർപ്പളശ്ശേരി പോലീസ് സ്വീകരിച്ച നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഓട്ടോ ടാക്സി ടെമ്പോ തൊഴിലാളി യൂണിയൻ CITU പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. പോലീസ് തൊഴിലാളികളോട് അനീതിപൂർവപരമായി പെരുമാറിയെന്നും തൊഴിലാളികളെ കേൾക്കാൻ പോലീസ് കൂട്ടാക്കിയില്ല എന്നും ആരോപിച്ചാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ടൗണിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM ഏരിയ സെക്രട്ടറി K. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പളശ്ശേരി ടൗണില് പല വാഹനങ്ങളിലും അപകടമുണ്ടാക്കുന്ന തരത്തില് വാഹനം ഓടിക്കുകയും അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ചെർപ്പളശ്ശേരി സഹകരണ ആശുപത്രിക്ക് മുമ്പിൽ വെച്ച് ചെർപ്പളശ്ശേരിയിലെ ഒരു ഓട്ടോ റിക്ഷയിൽ ഈ വാഹനം തട്ടുകയും അതിൻ്റെ ഭാഗമായി കൊണ്ട് ഓട്ടോറിക്ഷ പരിപൂർണമായി തകരുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. എന്തോ ഭാഗ്യം കൊണ്ടാണ് അതിൽ ഡ്രൈവർ ചെറിയ പരിക്കുകളോടുകൂടി രക്ഷപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഡ്രൈവർമാരെ മാത്രമല്ല നമ്മുടെ പൊതുസമൂഹത്തിനാകെ ഭീതിയാവുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ ചീറിപ്പാച്ചിൽ ഒരു ലക്കും ലഗാനും ഇല്ലാണ്ട് ചെർപ്പളശ്ശേരി ടൗണിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. ആരെയും പേടിക്കാനില്ല, തങ്ങൾക്ക് തോന്നിയത് ചെയ്യും എന്നുള്ള നിലയിലാണ് ഇത്തരത്തിലുള്ള പല വാഹനങ്ങളുടെയും യാത്ര ഇന്ന് ടൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ പല അപകടങ്ങളും തലനാരിഴയ്ക്കാണ് നമ്മുടെ ഭാഗങ്ങളിൽ നിന്ന് കൺമുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം തന്നെ മാതൃകാപരമായി ഇടപെട്ടുകൊണ്ട് ഇത് നിലയ്ക്ക് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചെർപ്പളശ്ശേരി പോലീസിന്റെ ഇടപെടൽ വളരെ ദയനീയമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി E. ചന്ദ്രബാബു മുഖ്യപ്രഭാഷണം നടത്തി. CITU ഡിവിഷൻ പ്രസിഡന്റ് V. കണ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി I. ഷാജു, ഡിവിഷൻ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി M. സിജു, ജില്ലാ കമ്മിറ്റി അംഗം വീരാൻ ഷരീഫ്, അനന്തനാരായണൻ, ശശികുമാർ, ഉണ്ണികൃഷ്ണൻ, മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പാണ്ടിക്കാട് പഞ്ചായത്തിലെ പട്ടികജാതി ഗ്രാമങ്ങളിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് PKS പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. PKS മഞ്ചേരി ഏരിയ പ്രസിഡന്റ് കൊരമ്പയിൽ ശങ്കരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡുകളിലെ പട്ടികജാതി ഗ്രാമങ്ങളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിൽ UDF ഭരണസമിതി അലംഭാവം കാട്ടുകയാണെന്നാണ് പട്ടികജാതി ക്ഷേമസമിതിയുടെ ആരോപണം. കേടായ മോട്ടോറുകൾ കൂടി മാറ്റി സ്ഥാപിച്ചിട്ടില്ല. പട്ടികജാതി വിഭാഗത്തെ അവഗണിക്കുന്ന സമീപനമാണ് ഭരണസമിതി തുടർന്നു പോരുന്നതെന്നും PKS ആരോപിച്ചു. ഏരിയ പ്രസിഡന്റ് കൊരമ്പയിൽ ശങ്കരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തന്നെ ഈ പ്രശ്നം പഞ്ചായത്ത് ബോർഡിൽ പറഞ്ഞിട്ടും ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. അത് ഈ പാവപ്പെട്ട ജനങ്ങളെ പ്രയാസപ്പെടുത്ത, പ്രത്യേകിച്ചും രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞാൽ വൈകുന്നേരത്തിൽ മാത്രമാണ് ഇവർക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് പറ്റിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ കോളനികളിലെ ഈ ജനവിഭാഗത്തെ സഹായിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഈ ഭരണസമിതി വിവിധ പട്ടികജാതി മേഖലയിൽ കാണിക്കുന്ന
പ്രയാസങ്ങൾ മാത്രമല്ല, നിങ്ങൾക്കറിയാം നമ്മളെ ഈ പഞ്ചായത്തിൽ നിങ്ങൾക്കറിയാം അത്യാധി മേൽ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, വാട്ടർ ടാങ്ക്, അതുപോലെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, ലാപ്ടോപ്പ് അടക്കമുള്ള അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ തന്നെ ഇന്ന് കിട്ടാൻ കണിയായിട്ട് നിൽക്കുന്നതാണ്. യോഗത്തിൽ PKS പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് എറിയാട് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം K ഹരിദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ P രാമദാസ്, NT ഹരിദാസൻ, PKS പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ചന്ദ്രൻകാരായ K വിജയകുമാരി, K കൃഷ്ണജ, T ശ്രീദേവി, PM മോഹൻദാസ്, കമലാക്ഷി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേക്കായി അധിക ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള അതിർത്തി നിർണയം മലപ്പുറം ജില്ലയിൽ പൂർത്തിയായി. അവസാനഘട്ടമായി കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരി മേഖലയിലാണ് ഭൂമി ഏറ്റെടുക്കലിന്റെ അതിർത്തി നിർണയം പൂർത്തിയായത്. ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ജെഒ അരുണിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ നടന്നത്. നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേക്കായി അധിക ഭൂമി ഏറ്റെടുക്കുന്നതിന് അതിർത്തി നിർണയം ജില്ലയിൽ പൂർത്തിയായി. തിങ്കളാഴ്ച കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ ഇരിങ്ങാട്ടിരി മേഖലയിലാണ് അവസാന ഘട്ടം നടന്നത്. വാഹന പാർക്കിംഗ്, 4 ഭാഗത്തും എൻട്രൻസ് ആൻഡ് എക്സിറ്റോടെയുള്ള ടോൾ പ്ലാസ, യാത്രക്കാർക്കുള്ള മറ്റു സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുന്നതിനായാണ് അധിക ഭൂമി ഏറ്റെടുക്കുന്നത്. ഇരിങ്ങാട്ടിരി ഹൈവേയുടെ 2 വശങ്ങളിലുമായി 7.5 മീറ്റർ വീതം വീതിയിലും 640 മീറ്റർ നീളത്തിലുമാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. ഇത് സർവേ നടത്തി അളന്ന് തിട്ടപ്പെടുത്തി അതിർത്തി നിർണയിച്ച് കുറ്റിയടിക്കുന്ന പ്രവൃത്തിയാണ് പൂർത്തിയായത്. വാർഡ് അംഗം NT ഫൗസിയ, മുൻ അംഗം V ഷബീർ അലി എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഉദ്യോഗസ്ഥ സംഘത്തിനാവശ്യമായ സഹായങ്ങൾ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഭൂമി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. 320 മീറ്റർ റോഡിൻ്റെ ആ ഭാഗവും ഈ ഭാഗവുമായിട്ട് 600 മീറ്ററോളം, നിലവിലുള്ള 45 മീറ്റർ കഴിച്ച് 7.5 മീറ്റർ 2 സൈഡിലും കൂടി 15 മീറ്റർ ഏറ്റെടുക്കുകയാണ്. തീർച്ചയായിട്ടും ഇരിങ്ങാറ്റിരിയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന വികസന കുതിപ്പിലേക്കാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും അതിനോട് സഹകരിച്ചിട്ടില്ല ഞങ്ങളോട് ഇരിങ്ങാറ്റി പ്രദേശത്തോടു കൂടി, അതുപോലെ തന്നെ ഈ റോഡ് ബന്ധവുമായി സഹകരിച്ചിട്ടുള്ള ഇതിൻ്റെ ഉദ്യോഗസ്ഥ സമൂഹത്തോട് പ്രത്യേകം നന്ദി പറയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഡെപ്യൂട്ടി കലക്ടർ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡെപ്യൂട്ടി കലക്ടർ ഡോക്ടർ അരുൺ സാറ് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ നല്ല ശ്രമമായിട്ടാണ് ഇത്തരം വികസന പ്രവർത്തനം നടത്തുന്നത്. തീർച്ചയായിട്ടും ഇതിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ വീണ്ടും നൽകുകയാണ്. ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ജെഒ അരുൺ, ഡെപ്യൂട്ടി തഹസിൽദാർ ഇ അലവി, ലൈസൺ ഓഫീസർ CV മുരളീധരൻ, സർവേയർ V നിസാമുദ്ദീൻ, മുഹമ്മദ് ഷെരീഫ്, K വിജു, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഒടമലയിൽ MP MLA ഫണ്ടുകൾ ഉപയോഗിച്ച് പൂർത്തിയാക്കിയ റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം നിർവഹിച്ചു. MP അബ്ദുസമദ് സമദാനി MPയുടെ 2023-2024 പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ഉടമല വാർഡിലെ പുളിക്കാടൻ കുഞ്ഞാമുഹാജി റോഡും MLA നജീബ് കാന്തപുരത്തിന്റെ പ്രാദേശിക വികസന ഫണ്ട് 2 ലക്ഷം രൂപയും വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പരിയാപുരം കാവുങ്ങൽപ്പടി റോഡുമാണ് ഉദ്ഘാടനം ചെയ്തത്. റോഡുകളുടെ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം CT നൌഷാദ് അലി, O അക്ബർ, മുഹമ്മദ് അലി P, മുഹമ്മദ് കുട്ടി VP, അസൈനാർ പേരഞ്ചി, കുപ്പോട്ടിൽ അലവിക്കുട്ടി, VP നാസർ, PK ഖാലിദ്, PK ഹംസ, CK ജാഫർ, CK ഇസ്മായിൽ, തെക്കൻ ഹംസ, അഷ്റഫ് പേരഞ്ചി, കാസിം പൂവത്തിങ്ങൽ, കാവുങ്ങൽ ഖാലിദ്, BP സലാം, അത്തിക്കോടൻ അഷ്റഫ്, ഷമീർ പേരഞ്ചി എന്നിവർ പങ്കെടുത്തു. ഭിന്നശേഷി കുട്ടികളെ സഹായിക്കാൻ 3000 കിലോമീറ്റർ ഓട്ടോ യാത്രയുമായി 120 പേർ. ലണ്ടൻ ആസ്ഥാനമായുള്ള ശിശുകുഞ്ച് ചാരിറ്റി ഭാരവാഹികളാണ് കുട്ടികളുടെ ഉന്നമന ലക്ഷ്യമാക്കി ഇത്തരമൊരു യാത്ര പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ ശ്രീകൃഷ്ണപുരത്തും എത്തി. 36 ഓട്ടോറിക്ഷകളിലാണ് 120 പേർ 3000 കിലോമീറ്റർ സഞ്ചരിക്കുന്നത്. ലണ്ടൻ ആസ്ഥാനമായുള്ള ശിശുകുഞ്ച് ചാരിറ്റി ഭാരവാഹികളാണ് ഇവർ. കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് ഇത്തരമൊരു യാത്ര. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്നതാണ് സംഘം. യാത്രയിൽ സ്വരൂപിക്കുന്ന പണം നിർധനരായ ഭിന്നശേഷി കുട്ടികൾക്കായി ചെലവഴിക്കും. സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ വിദ്യാലയങ്ങൾ ഇല്ലെന്ന് ബോധ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ വിദ്യാലയം നിർമ്മിച്ചു നൽകും. ഗുജറാത്തിൽ സംഘടന വിദ്യാലയം നിർമ്മിച്ചു നൽകിയിട്ടുണ്ടെന്ന് കോർഡിനേറ്റർ ഹാക്കു പറഞ്ഞു. Purpose of the journey is to collect money so that we can fund education for underprivileged children in India and also provide food for people who cannot afford it. We are
108 people who are traveling from Rameshwar to Gujarat in 36 autos. No one has driven this before, first time ever. And these funds are through Shishikunj. Please donate as much as you can for the children. Thank you. ഇക്കഴിഞ്ഞ 13-ന് രാമേശ്വരത്ത് നിന്നാണ് യാത്ര ആരംഭിച്ചത്. 25-ന് ഗുജറാത്തിലെ ഭുജിൽ സമാപിക്കും. യാത്രയ്ക്കിടെ പാലക്കാട് വഴി സംഘം കടമ്പളിപ്പുറം പുഞ്ചപ്പാടം ഭാഗത്തുമെത്തി. സ്വന്തം ചെലവിൽ തന്നെയാണ് താമസവും ഭക്ഷണവുമെല്ലാം. അമേരിക്ക, സിംഗപ്പൂർ, ജർമ്മനി, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് സംഘത്തിലുള്ളത്. AITC സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഭാഗമായി നടത്തുന്ന സമരപ്രചാരണ ജാഥയ്ക്ക് മണ്ണാർക്കാട് സ്വീകരണം നൽകി. AITC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് ക്യാപ്റ്റനായ ജാഥയാണ് പാലക്കാട് ജില്ലയിൽ പര്യടനം നടത്തുന്നത്. കേരളത്തിലെ തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തുക, കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരുന്ന BJP ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയും സാമ്പത്തിക ഉപരോധവും അവസാനിപ്പിക്കുക, തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജാഥ സ്വീകരണ യോഗത്തിന് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി അധ്യക്ഷത വഹിച്ചു. ആഗോളവൽക്കരണത്തിന്റെ പേരിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്താനാണ് കേന്ദ്രം ലേബർ കോഡ് കൊണ്ടുവന്ന് പാസാക്കിയതെന്ന് സ്വീകരണത്തിന് നന്ദി പറഞ്ഞ ജാഥ ക്യാപ്റ്റൻ TJ ആഞ്ചലോസ് പറഞ്ഞു. ആഗോളവൽക്കരണത്തിന്റെ ഫലമായി ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് പല രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള തൊഴിലാളികളുടെ അവസ്ഥയാണ്. അവിടെയാണ് ആ തൊഴിലാളികളുടെ മേൽ കൂടുതൽ ചൂഷണം നടത്താൻ വേണ്ടി നിലവിലുണ്ടായിരുന്ന നിയമങ്ങളെ ലേബർ കോഡുകളായി കൊണ്ടുവന്നത്. 29 നിയമങ്ങൾ 4 ലേബർ കോഡുകളായി കൊണ്ടുവന്നപ്പോൾ അഹങ്കാരത്തോടു കൂടിയാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ത്യ രാജ്യത്തേക്ക് വിദേശ സ്വദേശ മൂലധനം കടന്നു വരാത്തതിൻ്റെ തടസ്സം ഈ നിയമങ്ങളാണ്, ഇതിനെ ഞാൻ മാറ്റിമറിക്കും. പാർലമെന്റിൽ പാസാക്കി. ഏത് ഘട്ടത്തിൽ? 2019 COVID-19 4 പേര് നമ്മൾ ഒത്തുചേർന്ന് ഒരു സമരം നടത്തിയാൽ പോലും കേസെടുക്കുന്ന ഘട്ടങ്ങളിൽ 400 പേരെ വിളിച്ചു ചേർത്ത് പാർലമെന്റ് സമ്മേളനം നടത്തി നരേന്ദ്രമോദി ഈ നിയമങ്ങൾ പാസാക്കി. വൈസ് ക്യാപ്റ്റൻ KK അഷ്റഫ്, KG ശിവാനന്ദൻ, മണികണ്ഠൻ പൊറ്റശ്ശേരി, P ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണക്കാർ ഉത്സവമാക്കി മാറ്റിയ പെരിന്തൽമണ്ണ നഗരസഭ കേരളോത്സവത്തിന് സമാപനമായി. കേരളോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഫ്ലഡ് ലൈറ്റ് വെളിച്ചത്തിൽ ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിച്ച് നഗരസഭ കേരളോത്സവം പുതുചരിത്രം കുറിച്ചു. ദിവസങ്ങളോളം നീണ്ട രാവും പകലും കല, കായിക, ഗെയിംസ് ഇനങ്ങളിലായി 100 കണക്കിന് മത്സരാർത്ഥികളാണ് പെരിന്തൽമണ്ണ നഗരസഭ കേരളോത്സവത്തിൻ്റെ മത്സരങ്ങളിൽ പങ്കെടുത്തത്. സംഘാടന മികവ് കൊണ്ട് ഈ കേരളോത്സവം ശ്രദ്ധേയമായി. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു നഗരസഭാതല കേരളോത്സവത്തിൽ ഫുട്ബോൾ മത്സരം ഫ്ലഡ് ലൈറ്റ് വെളിച്ചത്തിൽ സംഘടിപ്പിച്ചു എന്നത് അപൂർവമാണ്. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ. എതിരില്ലാത്ത 4 ഗോളുകൾക്ക് വെളിയങ്ങാടി വിജയിച്ചിരിക്കുന്നു. ആവേശകരമായ മത്സരത്തിന്റെ മുഴുവൻ സമയവും പിന്നിട്ടപ്പോൾ എതിരില്ലാത്ത 4 ഗോളുകൾ. കേരളോത്സവത്തിൽ കൈനിറയെ ട്രോഫികളുമായാണ് മത്സരാർത്ഥികൾ മടങ്ങിയത്. സംഘാടക സമിതി കൺവീനർ നിച്ചിയിൽ മൻസൂറിൻ്റെയും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ CH റിയാസിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് കേരളോത്സവത്തിന് നേതൃത്വം നൽകിയത്. സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ P ഷാജി ഉദ്ഘാടനം ചെയ്തു. അത് വേർതിരിക്കണമെന്ന പ്രത്യേക താല്പര്യം നമുക്കുണ്ടായി. അതിന്റെ ഭാഗമായി മുൻകാലങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ള വളരെ ശ്രമകരമായി അന്നത്തെ കാലത്ത് ഏറ്റവും ഭംഗിയായിട്ടുള്ള സംഘാടനം തന്നെയാണ്. അതിലൊന്നും കുറവൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഏതൊക്കെ തരത്തിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന ഒരു തീരുമാനം ഉണ്ടായി. അതിന്റെ ഭാഗമായി നഗരസഭയിൽ ഇത് വളരെ ഭംഗിയായിട്ട് നടത്തണം എന്ന കൗൺസിലിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 3 മുതൽ 15 വരെ പെരുന്നാൾ നഗരസഭയിൽ മറ്റേത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്താത്തത്ര വ്യത്യസ്തമായി ഈ പരിപാടി സംഘടിപ്പിക്കാൻ നമുക്കായി.
നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ടോപ്പ് സിംഗർ ഫെയിം ശ്രിത വൈഷ്ണ മുഖ്യാതിഥിയായിരുന്നു. സ്ഥിരസമിതി ചെയർമാൻമാരായ നെച്ചിയിൽ മൻസൂർ, കെ ഉണ്ണികൃഷ്ണൻ, അമ്പിളി മനോജ്, കൗൺസിലർമാരായ സക്കീന സയ്യിദ്, സീനത്ത്, സുനിൽകുമാർ, അജിത, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ CH റിയാസ്, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കായിക മത്സരങ്ങളിൽ 168 പോയിന്റോടെ CPC പാതായിക്കര ഓവറോൾ കിരീടം നേടി. VPT വലിയങ്ങാടി 105 പോയിന്റോടെ രണ്ടാം സ്ഥാനവും 102 പോയിന്റോടെ CAS മുട്ടുങ്ങൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. കലാമത്സരത്തിൽ 269 പോയിന്റോടെ CPC പാതായിക്കര ഓവറോൾ കിരീടം നേടി. CAS മുട്ടങ്ങൽ 76 പോയിന്റോടെ രണ്ടാം സ്ഥാനവും 37 പോയിന്റോടെ അറ്റ്ലസ് ചെമ്പൻകുന്ന മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള ട്രോഫി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി വിതരണം ചെയ്തു. തുവ്വൂർ മാമ്പുഴ അലി ഹസൻ മുസ്ലിയാരുടെ ആണ്ട് നേർച്ചയുടെ ഭാഗമായി നടന്ന ദുആ മജ്ലിസ് പ്രാർത്ഥനാ നിർഭരമായി. സീതാലിക്കുട്ടി ഫൈസി കോറോഡ് മജ്ലിസിന് നേതൃത്വം നൽകി. മാമ്പുഴ അലി ഹസൻ മുസ്ലിയാരുടെ ആണ്ട് നേർച്ചയുടെ ഭാഗമായി ഞായറാഴ്ച രാത്രി നടന്ന ദുആ മജ്ലിസ് പ്രാർത്ഥന നിർഭരമായി. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം സേതാലിക്കുട്ടി ഫൈസി കോറോഡ് നേതൃത്വം നൽകി. സിംസാറുൽ ഹഖ് ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി. ഈ ഉമ്മത്തിന് സേവനം ചെയ്തതിന്റെ പകരം നാട്ടുകാരെ ശമ്പളം കൊടുത്താലും അതൊന്നും അവർ ചെയ്ത സേവനത്തിന് പകരമാകുന്നില്ല. جزاكم الله عنا وعن الأمة الإسلامية خيرا. جزاكم الله عنا وعن الأمة المحمدية خيرا. ഈ ഉമ്മത്തിന് വേണ്ടി ചെയ്ത സേവനത്തിന് നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ അറബി കോളേജ്, ഇവിടുത്തെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, അൽ ഹസനാത്ത് കോളേജ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ അനുബന്ധ സ്ഥാപനങ്ങൾ ഇതൊക്കെ കരുവാരക്കുണ്ട് എന്ന് പറയുന്നത് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അല്ലാഹു ആ നന്മയെ നിലനിർത്തി തരട്ടെ എന്ന് പ്രത്യേകം വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസി, പി സൈദാലി മുസ്ലിയാർ, OKS മുത്തുക്കോയ തങ്ങൾ, OP അലി ഫൈസി, KK കുഞ്ഞിമുഹമ്മദ് മുസ്ലിയാർ, CP അലി മൗലവി, ഹംസൽ ഖാസിമി, ഹംസ റഹ്മാനി കൊണ്ടിപ്പറമ്പ്, TH അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. 7 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന നേർച്ച ചൊവ്വാഴ്ച നടക്കുന്ന അന്നദാനത്തോടെ സമാപിക്കും. രാവിലെ 8-ന് അന്നദാനം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. വാണിജ്യ വാർത്തകൾ. വൈദ്യരത്നം PS വാര്യരുടെ ആര്യവൈദ്യശാല കോട്ടയ്ക്കലിന്റെ അംഗീകൃതശാല തച്ചനാട്ടുകര പാലോട് പ്രവർത്തനം ആരംഭിച്ചു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ ഡോക്ടറുടെ സേവനവും ഉണ്ട്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ അതേ സേവനം ഇനി തച്ചനാട്ടുകര പാലോട് ലഭ്യമാണ്. സ്ഥാപനത്തിന്റെ അംഗീകൃത ശാഖ പാലോട് പേൾ പ്ലാസയിൽ പ്രവർത്തനം ആരംഭിച്ചു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം സംരംഭം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ CP സുബൈർ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായി. സ്ഥാപന ഉടമ VM ഹരിദാസനിൽ നിന്നും ഡോക്ടർ ജയചന്ദ്രൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ ഡോക്ടർ അമ്മുവിൻ്റെ സേവനമുണ്ട്. ജീവിതശൈലി രോഗം, അലർജി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ചികിത്സ തുടങ്ങി ആയുർവേദ വിധിപ്രകാരമുള്ള മുഴുവൻ ചികിത്സാ സേവനവും സ്ഥാപനത്തിൽ ലഭ്യമാണ്. മറ്റ് ഡോക്ടർമാരുടെ ചീട്ടോടുകൂടിയും അല്ലാതെയും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല വഴി ലഭ്യമാകുന്ന മുഴുവൻ മരുന്നുകളും ഇവിടെയുണ്ട്.
ആയുർവേദത്തിലൂടെ പ്രകൃതിയിലേക്കും അതുവഴി സംസ്കൃതിയിലേക്കും മടങ്ങാനും സമഗ്രമായൊരു ആരോഗ്യ സംസ്കാരം ദൈനംദിന ജീവിതത്തിൽ വളർത്തിയെടുക്കാനും ആളുകളെ സഹായിക്കുക എന്നതാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ഉദ്യമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട്ടെ നീലപ്പെട്ടി വിവാദം വീണ്ടും ഉയർത്തി CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള പാലക്കാട്ടെ UDFന്റെ വിജയം ശാശ്വതമല്ല. കോർപ്പറേറ്റുകൾ മാധ്യമങ്ങളെ വിലക്കെടുത്തെന്നും KK ശൈലജ. MCF നിർമ്മിക്കാൻ കാറൽമണ്ണ കാളിക്കടവിനോട് ചേർന്നുള്ള 6.5 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ ചെർപ്പളശ്ശേരി നഗരസഭ. കൗൺസിലിൽ ഇതിനെ എതിർത്ത് പ്രതിപക്ഷ നേതാവ് KM ഇസാഖും BJP അംഗവും. പ്രകൃതി രമണീയമായ സ്ഥലത്ത് പദ്ധതി നടപ്പാക്കരുതെന്ന് ആവശ്യം. പെരിന്തൽമണ്ണയിൽ മാതൃശിശു ആശുപത്രി സ്ഥാപിക്കണമെന്ന് ആവശ്യം. ജില്ലാ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലാണ് അംഗങ്ങൾ ആവശ്യമുയർത്തിയത്. പ്രമേയത്തിലൂടെ ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ അടിസ്ഥാനരഹിതമായ പ്രചാരണം നടത്തുന്നതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് ബാങ്ക് ഭരണസമിതിയും UDFും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF ഭരിക്കുന്ന ബാങ്കിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണെന്നും നേതാക്കൾ. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ KSEB ഓഫീസുകളിലേക്ക് മാർച്ച്. ദുർഭരണത്തിന്റെ ദുരിതം ജനങ്ങൾ സഹിക്കേണ്ട സ്ഥിതിയെന്ന് VT ബൽറാം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇനി ഷോർട്ട് ന്യൂസ് കാണാം.